ഒരിക്കലൊരു കർഷകൻ ഒരു ബേക്കറിക്കാരന് എല്ലാ ആഴ്ചയും 100 ഗ്രാം വീതം വെണ്ണ വിൽക്കുമായിരുന്നു. ആഴ്ചകളോളം കർഷകനിൽ നിന്ന് വെണ്ണ വാങ്ങിയ ശേഷം അത് ശരിക്കും 100 ഗ്രാം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ബേക്കറിക്കാരൻ തീരുമാനിച്ചു. അവനത് തൂക്കി നോക്കിയപ്പോൾ വെണ്ണ 100 ഗ്രാമിലും കുറവാണെന്ന് കണ്ട് അയാൾ പ്രകോപിതനായി. താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് തോന്നിയ അയാൾ കർഷകനെ കോടതി കയറ്റാൻ തീരുമാനിച്ചു. കോടതിയിൽ വെച്ച് വെണ്ണ അളക്കാൻ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ച് ജഡ്ജി കർഷകനോട് ചോദിച്ചപ്പോൾ കർഷകൻ മറുപടി പറഞ്ഞു: ബഹുമാനപ്പെട്ട കോടതി, ഞാനൊരു ദരിദ്രനാണ്. എനിക്ക് കൃത്യമായ അളക്കുന്ന ഉപകരണങ്ങളൊന്നുമില്ല. എന്നാൽ എന്റെ പക്കൽ ഒരു ത്രാസ് ഉണ്ട്. വെണ്ണ അളക്കാൻ കർഷകൻ ആ ത്രാസ് ഉപയോഗിച്ചിരുന്നോ എന്ന് ജഡ്ജി ചോദിച്ചു. കർഷകൻ വിശദീകരിച്ചു: ബഹുമാനപ്പെട്ട കോടതി, ഈ ബേക്കറിക്കാരൻ എന്നിൽ നിന്ന് വെണ്ണ വാങ്ങാൻ തുടങ്ങുന്നതിനും വളരെ മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് 100 ഗ്രാം വീതമുള്ള റൊട്ടി വാങ്ങാറുണ്ടായിരുന്നു. റൊട്ടി വാങ്ങിയ ശേഷം ഞാൻ അത് ത്രാസിന്റെ ഒരു തട്ടിൽ വെച്ച് അതേ തൂക്കം വെണ്ണ അളന്നെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കും. അതുകൊണ്ട് ബേക്കറിക്കാരന് ലഭിക്കുന്ന വെണ്ണ 100 ഗ്രാമിൽ കുറവാണെങ്കിൽ അദ്ദേഹം എനിക്ക് നൽകുന്ന റൊട്ടിയും വാഗ്ദാനം ചെയ്ത അളവിലല്ല നൽകുന്നത്. ഈ കഥയുടെ ഗുണപാഠം: നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തു നൽകുന്നുവോ അതുതന്നെ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. മറ്റുള്ളവർക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തതിൽ നിങ്ങൾ വഞ്ചന കാണിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കും തിരികെ ലഭിക്കുന്നത് വഞ്ചന മാത്രമായിരിക്കും. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി റൂൾ യുവർ ഹൊറൈസൺ ഫോളോ ചെയ്യുക.